ബട്ട് ഈ വാക്കുകൾ നിങ്ങൾക്ക് വളരെ കോമൺ ആണ്. ബട്ട് എന്ന വാക്കുകൾ എല്ലാവർക്കും കോമൺ ആണ്. ഒരു മലയാളി ഒരു 100 സെൻറ്റൻസ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1000 തവണ 100 സെൻറ്റൻസിനകത്ത് ഈ ബട്ട് ഉപയോഗിച്ചിരിക്കും. ബട്ടില്ലാത്തൊരു കാര്യമില്ല നമ്മുടെ കുട്ടപ്പ. അപ്പോൾ ബട്ട് എന്ന് പറയുന്നത് യെറ്റിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്കാണോ, അതോ യെറ്റും ബട്ടും തമ്മിൽ ബന്ധമുണ്ടോ, അല്ലെ ഈ യെറ്റ് ആരാണ്? അല്ലേ, യെറ്റ്. അതെ, ബട്ട് പോലെ ഒരാളാണ് യെറ്റ്. എന്നാൽ ബട്ടിൻ്റെ സ്ഥാനത്ത് യെറ്റ് ഉപയോഗിക്കാം. എന്നാൽ യെറ്റിൻ്റെ ഇമോഷൻ ഫീലിങ്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, ബട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കോൺട്രാസ്റ്റിലൊക്കെ ബട്ട് എന്ന് ഉപയോഗിക്കും. അവൻ പഠിക്കും, എന്നാലും കുഴപ്പമില്ല, വലിയ മാർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. പഠിക്കും, ഓക്കെ, എന്നാലും പരീക്ഷയ്ക്ക് തോക്കും. നല്ല മിടുക്കനാണ്, എന്നാലും അവൻ കാര്യങ്ങൾ ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഒരു ഇമോഷൻസ് ഉണ്ട്. എന്നാൽ വേറെ തരത്തിലുള്ള ഇമോഷൻ, അവൻ നല്ല പോലെ ഉഴപ്പിടുന്നു, എന്നിട്ട് ജയിച്ചു കേട്ടോ അവൻ. അവനെ കാണാനോ എൻ്റെ അത്ര ഭംഗിയില്ല, എന്നിട്ടും അവന് കിട്ടിയ ഒരു സുന്ദരിയ പെൺകുട്ടിയെ. അപ്പോൾ ഇവിടെ യെറ്റ് ഉപയോഗിക്കണം, ബട്ട് ഉപയോഗിക്കരുത്. അതെ, കണ്ണി കണ്ടതെല്ലാം ബട്ട് ഉപയോഗിക്കാത്ത ചില സമയങ്ങളിൽ യെറ്റോടെ ഉപയോഗിക്കുക. എവിടെയാണ് യെറ്റ് ഉപയോഗിക്കേണ്ടത്? യെറ്റ് എന്ന് പറയുന്ന കൺജക്ഷൻ ഉപയോഗിക്കേണ്ടത് ഒരു സർപ്രൈസിങ് കോൺട്രാസ്റ്റ് പറയുമ്പോൾ നമ്മൾ യെറ്റ് ഉപയോഗിക്കണം. ബട്ട് പറയുമ്പോൾ ഒരു നോർമൽ കോൺട്രാസ്റ്റ്. അത്രയേ ഉള്ളൂ. സാധാരണയായി യെറ്റ് എന്ന് പറയുന്നത് സെൻറ്റൻസിൻ്റെ നടുക്കാണ് വരുന്നത്. ചില സമയങ്ങളിൽ ഇത് അവസാനം കയറി വരും. നോട്ട് യെറ്റ്, ഹി ഹാസൻ അറൈവ്ഡ് യെറ്റ്, അത് ആഡ് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ഗ്രാമർക്ക് വളരെ മനോഹരമായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ വിദേശത്തൊക്കെ പോകാനും അല്ലെങ്കിൽ IELTS PT ടെസ്റ്റ് ഒക്കെ എഴുതാനൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിലോ എന്തിന് നമ്മുടെ നാട്ടിൽ PSC SSC മുതൽ UPSC എക്സാം വഴി എഴുതാൻ ഈ പറയുന്ന ഇംഗ്ലീഷൊക്കെ പഠിച്ചെടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അത് കതിരിന്മേൽ വളം വയ്ക്കുന്ന പോലെ ആവാതെ വളരെ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് അവരെക്കുറിച്ച് ടെൻഷനേ വേണ്ട. ഇല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും ആയി പോകും. അപ്പോൾ വെക്കേഷൻ ക്ലാസ്സിൽ ഉടൻ തന്നെ തുടങ്ങുന്നുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നേരെ എന്നെ വിളിച്ചോ, നേരത്തെ ബുക്ക് ചെയ്യാൻ നോക്ക്. കാരണം ഇത്തവണ ഞാനൊരു 20-25 സ്റ്റുഡൻസിനെ മാത്രമാണ് എടുക്കുന്നത്. കാരണം ആളെണ്ണം കൂടിയാൽ ഇനി ചിലപ്പോൾ പഠിപ്പിക്കാനുള്ളൊരു തിരക്ക് കൂടും. അപ്പോൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നേരത്തെ അറിയിക്കൂ. വെൽക്കം ടു DKS ഇംഗ്ലീഷ് ക്ലാസ്സും. DK ഞാനാണ്. ബട്ട് മറന്നു പോകരുത്, യെറ്റും മറന്നു പോകരുത്.